السلام عليكم ورحمة الله وبركاته. الحمد لله كفى والصلاة والسلام على النبي المصطفى وعلى آله وأصحابه أجمعين. أما بعد، وإذا سربتم في الأرض فليس عليكم جناح أن تقصروا من الصلاة. قال حبيبنا رسول الله صلى الله عليه وسلم: അല്ലാഹു സുബ്ഹാനഹു വതആല നാം കേൾക്കുന്നതും പറയുന്നതും ഒരു സാലിഹായ അമലായി സ്വീകരിക്കുമാറാവട്ടെ. എൻ്റെ പ്രിയപ്പെട്ട മുത്തുമുഅ്മിനീങ്ങളെ, അന്നൂർ ഇസ്ലാമിക് ക്ലാസ് റൂമിലൂടെ നിസ്കാരമായി ബന്ധപ്പെട്ടുള്ള ക്ലാസ്സുകളായിരുന്നു നാം നിങ്ങളെ കേൾപ്പിച്ചിരുന്നത്. ഇൻഷാ അല്ലാഹ് അതുമായിട്ട് തന്നെയാണ് നാം ഇനിയും ഉള്ള 1-2 ക്ലാസ്സുകൾ നടക്കുന്നത്. യാത്രക്കാരൻ്റെ നിസ്കാരം, ഈ യാത്രയുമായി ബന്ധപ്പെട്ട് പോകുന്നവരോടുള്ള നിസ്കാരവുമായി ബന്ധപ്പെട്ടാണ് ഇൻഷാ അല്ലാഹ് നാം നിങ്ങളുമായി സംവദിക്കുന്നത്. വൈദാ സറബത്തും ഫിൽ അർളി ഫലൈസ അലൈക്കും ജുനാഹുൻ തക്സുറു മിനസ്സലാത്തി. നിങ്ങൾ ഭൂമിയിൽ യാത്ര ചെയ്യുമ്പോൾ നിസ്കാരം കസറാക്കുന്നതിന്, ചുരുക്കുന്നതിന് കുറ്റമില്ല. എന്താണ്? നിങ്ങൾ ഭൂമിയിലൂടെ യാത്ര ചെയ്യുമ്പോൾ നിസ്കാരം കസറാക്കുന്നതിന്, അതായത് ചുരുക്കുന്നതിന് കുറ്റമില്ല. قال معاذ خرجنا مع رسول الله صلى الله عليه وسلم عام التبوك وكان يجمع بين الظهر والعصر والمغرب والعشاء. മുആദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, തബൂക്ക് വർഷത്തിൽ ഞങ്ങൾ ഹബീബരായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുകൂടെ പുറപ്പെട്ടു. അപ്പോൾ ളുഹർ അസറിന് ഇടയിൽ, മഗ്രിബ് ഇശാഇന് ഇടയിലും ജംആക്കി ഒരുമിച്ച് കൂട്ടി നിസ്കരിക്കുമായിരുന്നു. മുആദ് റളിയല്ലാഹു അൻഹു പറയാം, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ പോകുമ്പോൾ ളുഹർ അസറിന് ഇടയിൽ, മഗ്രിബ് ഇശാഇന് ഇടയിലും ജമാക്കി ഒരുമിച്ച് കൂട്ടുമായിരുന്നു. അപ്പോൾ യാത്രക്കാരന് ജംഉ കസറും നിർവഹിക്കാം, ചുരുക്കി നിസ്കരിക്കാം, ഒരുമിച്ച് കൂട്ടി നിസ്കരിക്കാം. നിസ്കാരം ഖളാ ആക്കൽ, സമയം വെച്ച് പിന്തിക്കൽ വലിയ കുറ്റമാണ്. നിസ്കാരം സമയം വിട്ട് വെറുതെ ഇരുന്നു കൊണ്ട്, സംസാരിച്ചു കൊണ്ടിരുന്നു കൊണ്ട് നിസ്കാരം ഖളാ ആക്കാം. നമ്മളൊക്കെ, ചില ആളുകളൊക്കെ ശ്രദ്ധിക്കേണ്ട, വളരെ ഗൗരവത്തോടെ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. വളരെ ഗൗരവമായി എടുക്കേണ്ട ഒരു വിഷയമാണ് നിസ്കാരം വെറുതെ ഖളാ ആക്കാം. ബാങ്ക് വിളിക്കുന്ന സമയത്ത് നമ്മൾ അവിടെയും ഇവിടെയും സ്വറച്ചിരുന്ന് സംസാരിച്ചിരുന്ന് വെറുതെ സമയം നമുക്ക് പിന്നെ പോകാം അങ്ങനെ പറഞ്ഞ് പള്ളിയിലെ, അല്ലെങ്കിൽ നാം നിസ്കരിക്കുന്ന സ്ഥലത്തുള്ള ജമാഅത്തിൽ നിന്ന് നഷ്ടമായി. നിസ്കാരം ഇല്ലെങ്കിൽ, ജമാഅത്ത് ഇല്ലെങ്കിൽ, നിസ്കാരം കണ്ട് ഖളാ ആയാൽ അത് വലിയൊരു കുറ്റമാണ്. അങ്ങനെ യാത്രയിൽ നിസ്കാരം ഖളാ ആവാതിരിക്കാൻ, അപ്പോൾ യാത്രക്കാരായ ആളുകൾക്ക് നിസ്കാരം ഖളാ ആകാതിരിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വതആല നൽകിയ ഒരു അനുഗ്രഹമാണ് ജംഉം കസറും എന്നുള്ളത്. മനസ്സിലാവുന്നുണ്ടോ? അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് അനുഗ്രഹമായി തന്നതാണ്. നമ്മളിങ്ങനെ യാത്ര പോകുമ്പോൾ നമുക്ക് നിസ്കാരം ഖളാ ആകും. അതുകൊണ്ട് അല്ലാഹു നമുക്ക് ജംഉം കസറും തന്നു, ഔദാര്യമായി തന്നു.
പിന്നെ യാത്ര ഇങ്ങനത്തെ ആയിരിക്കണം, യാത്ര ഹലാലായ യാത്രയായിരിക്കണം. ഹലാലായ യാത്രയായിരിക്കണം. 132 കിലോമീറ്റർ ഉണ്ടായിരിക്കണം യാത്രയിലെ. യാത്രയുടെ നീളം കിലോമീറ്റർ 132 കിലോമീറ്റർ ദൂരം ഉണ്ടെങ്കിൽ നമുക്ക് ജമ്മും കസറും ആക്കാം. അത് മാത്രം പോരാ, ഹലാലായി യാത്രയാവണം. ഇനി എന്താ പറയാൻ പോകുന്നത്? നീ പറയാൻ പോകുന്ന കാര്യം ചിന്തിക്കണം. കസർ എന്താണ്? കസർ എന്ന് പറഞ്ഞാൽ ലോഹർ, അസർ, ഇശാഇ എന്നീ 4 റക്അത്തുള്ള നിസ്കാരത്തെ 2 റക്അത്തായി ചുരുക്കി നിസ്കരിക്കുന്നതിനാണ് കസർ എന്ന് പറയുന്നത്. എന്താണ്? ലോഹർ, അസർ, ഇശാഇ എന്നീ 4 റക്അത്തുള്ള നിസ്കാരത്തെ 2 റക്അത്തായി ചുരുക്കി നിസ്കരിക്കുന്നതിന് കസർ എന്ന് പറയുന്നു. അപ്പോൾ ജംഅ എന്നാൽ ളുഹർ, അസർ 2-1 സമയത്ത്, മഗ്രിബ്, ഇശാ 2-1 സമയത്ത് നിസ്കരിക്കുന്നതിന് ജംഉം എന്നും പറയുന്നു. ഇനി അസറിനെ ളുഹറിലേക്ക് കൊടുന്ന് ജമാക്കി നിസ്കരിക്കാം. ളുഹറിനെ അസറിലേക്ക്, അസറിനെ ളുഹറിലേക്കും, അല്ലെങ്കിൽ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നിസ്കരിക്കുന്നതിന് ജംഉ എന്ന് പറയുന്നു. എന്താണ്? ളുഹറും അസറും 2-1 സമയത്ത്, മഗ്രിബും ഇശാഉം 2-1 സമയത്ത് നിസ്കരിക്കുന്നതിന് ജംഉ എന്ന് പറയുന്നു. പിന്നെ എന്താണ്? മുന്തിച്ച് ജമാക്കുന്നുണ്ട്. മുന്തിച്ച് ജമാക്കാം. എന്താ മുന്തിച്ച് ജമാക്കുക എന്നുള്ളത്? 2 നിസ്കാരവും കൂടി 2ാമത്തെ നിസ്കാരത്തിൻ്റെ സമയത്ത് നിസ്കരിക്കില്ലേ? 2 നിസ്കാരവും 2ാമത്. ഇപ്പോൾ ളുഹർ നിസ്കാരം എന്ത് അസറോടുകൂടെ നിസ്കരിക്കുക, മുന്തിച്ച് നിസ്കരിക്കുക കേട്ടോ. ഇനി എന്താണ് പിന്തിച്ച് നിസ്കാരം? എന്താണ് പിന്തിച്ച് ജമാക്കൽ? എന്താണ്? 2 നിസ്കാരവും കൂടി 2ാമത്തെ നിസ്കാരത്തിൻ്റെ സമയത്തേക്ക് നിസ്കരിക്കല്. 2 നിസ്കാരവും കൂടി 2ാമത്തെ നിസ്കാരത്തിൻ്റെ സമയത്തേക്ക് നിസ്കരിക്കല്. മുന്തിച്ച് ജമാക്കുന്നതിൻ്റെ ഷർത്തുകൾ മേലെ പറഞ്ഞില്ലേ? മുന്തിച്ച് ജമാക്കുന്നതിൻ്റെ ഷർത്തുകൾ ഒന്നെന്താണ്? 1ാമത്തെ നിസ്കാരത്തിൻ്റെ ആദ്യത്തിൽ ഇടയിൽ ഒഴിവാകുന്നത് കൂടെ ജംഇനെ കരുതണം. എന്ത് ചെയ്യണം? 2ാമത്തെ നിസ്കാരം അല്ലേ? 1ാമത്തെ നിസ്കാരത്തിൻ്റെ ആദ്യത്തിൻ്റെ ഇടയിൽ ഒഴിവാകുന്നതോടുകൂടെ ജംഇനെ കരുതണം. ഉദാഹരണം, അടുത്ത നിസ്കാരം ളുഹർ നിസ്കരിക്കുന്നവൻ അതോടൊപ്പം അസറിനെയും ചേർത്ത് നിസ്കരിക്കുന്നു എന്ന് കരുതണം. ളുഹറാണ് ഒരാൾ നിസ്കരിക്കുന്നു എങ്കിൽ അതോടൊപ്പം തന്നെ അസറിനെയും ചേർത്ത് നിസ്കരിക്കുന്നു എന്ന് കരുതണം. 2ാമത് എന്താണ്? തർത്തീബ്. 1ാമത്തെ നിസ്കാരം ആദ്യം നിസ്കരിക്കുക. തർത്തീബ് എന്ന് പറഞ്ഞാൽ ക്രമമായി കൊണ്ടുവരിക എന്നാണ് തർത്തീബ്. 1ാമത്തെ നിസ്കാരം ആദ്യം നിസ്കരിക്കുക, തുടർച്ചയുണ്ടാകുക. ഓരോ നിസ്കാരം കഴിഞ്ഞാലുടൻ അടുത്ത നിസ്കരിക്കുക. 1ാമത്തെ നിസ്കാരത്തിൽ നിന്ന് വിരമിച്ച് 2ാമത്തേതിൽ പ്രവേശിക്കുന്നത് വരെ യാത്ര അവസാനിക്കാതിരിക്കുക. മനസ്സിലാകുന്നുണ്ടോ? പിന്നെന്താണ്? 5ാമത് തൻ്റെ ഭാവനയിൽ 1ാം നിസ്കാരം ശരിയാകുക. അപ്പോൾ ഈ കാര്യങ്ങൾ നാം ചിന്തിക്കുക. അപ്പോൾ 1ാമത്തെ നിസ്കാരത്തിൻ്റെ ആദ്യത്തിൻ്റെ ഇടയിൽ ഒഴിവാകുന്നതോടുകൂടെ ജംഇനെ കരുതണം. ഉദാഹരണം, അടുത്ത നിസ്കാരം ളുഹർ എന്ന് നിസ്കരിക്കുന്നു എങ്കിൽ ഇതോടൊപ്പം തന്നെ അസറിനെയും ചേർത്ത് നിസ്കരിക്കുന്നു എന്ന് കരുതുക. 2 തർത്തീബ്. 1ാമത്തെ നിസ്കാരം ആദ്യം നിസ്കരിക്കുക, തുടർച്ച ഉണ്ടായിരിക്കുക. ഒരു നിസ്കാരം കഴിഞ്ഞ ഉടനെ അടുത്തതും നിസ്കരിക്കുക. 1ാമത്തെ നിസ്കാരത്തിൽ നിന്ന് വിരമിച്ച് 2ാമത്തേതിൽ പ്രവേശിക്കുന്നതുവരെ യാത്ര അവസാനിക്കാതിരിക്കുക.
രണ്ട്, തൻ്റെ ഭാവനയിൽ ഒന്നാം നിസ്കാരം ശരിയാകുക. ഇത്ര കാര്യങ്ങൾ നാം ചിന്തിക്കണം, ശ്രദ്ധിക്കണം. പിന്നെന്താണ്? ഭിന്നിച്ച് ജംആക്കാനുള്ള ഷർത്തുകൾ എന്താണ്? ഒന്നാമത്തത് ഒന്നാം നിസ്കാരത്തിൻ്റെ സമയത്ത് ജംആയി നിസ്കരിക്കുമെന്ന് കരുതുക. മനസ്സിലായോ? ഒന്നാം നിസ്കാരത്തിൻ്റെ സമയത്ത് ജംആയി നിസ്കരിക്കുന്നു എന്ന് കരുതുക. 2, യാത്ര അവസാനിക്കുന്നതിന് മുമ്പ് രണ്ടാമത്തെ നിസ്കാരം നിർവഹിക്കുക. യാത്ര കഴിയുന്നതിൻ്റെ മുമ്പ് തന്നെ എന്ത് ചെയ്യണം? രണ്ടാമത്തെ നിസ്കാരം നിർവഹിക്കണം. അപ്പോൾ അത് മനസ്സിലായി. ഇനി എന്താണ്? ഖസ്റിൻ്റെ ഷർത്തുകളാണ്. ഖസ്റാക്കുന്നതിൻ്റെ ഷർത്തുകൾ അതും കൂടി പറഞ്ഞ് ഇൻഷാ അല്ലാഹ് നമുക്ക് വിരാമിക്കാം. തക്ബീറത്തുൽ ഇഹ്റാമിൽ ഖസ്റിനെ കരുതുക. നമ്മൾ അല്ലാഹു അക്ബർ പറയില്ലേ, അപ്പോൾ എന്ത് ചെയ്യണം? ഖസ്റിനെ കരുതും. തക്ബീറത്തുൽ ഇഹ്റാമിൽ ഖസ്റിനെ കരുതുക. ഉദാഹരണം ളുഹറിനെ ഖസ്റാക്കി നിസ്കരിക്കുന്നു എന്ന്, അല്ലെങ്കിൽ ളുഹറിനെ 2 റക്അത്തായി നിസ്കരിക്കുന്നു എന്ന് കരുതുക കേട്ടോ. ഇനി രണ്ടാമത്തത്, പൂർത്തിയായി നിസ്കരിക്കുന്നവനോട് തുടരാതിരിക്കുക. ഇപ്പം 4 റക്അത്ത് നിസ്കരിക്കുന്ന ആളാണ്, അവനോട് തുടരാതിരിക്കാൻ. മനസ്സിലായില്ലേ? എൻ്റെ ഖസ്റിൻ്റെ നിയ്യത്തോനോട് എതിരാവുന്നതിനെ തൊട്ട് സൂക്ഷിക്കുക. ഉദാഹരണം, നിസ്കാരത്തിൻ്റെ ഇടയ്ക്ക് പൂർത്തിയായി നിസ്കരിക്കലിനെ കരുതുക, അല്ലെങ്കിൽ അതിൽ സംശയിക്കുക. മനസ്സിലായില്ല അല്ലേ? ഖസ്റിൻ്റെ നിയ്യത്തിനോട് എതിരാവുന്നതിനെ തൊട്ട് സൂക്ഷിക്കുക. നമ്മളെ നിയ്യത്ത്, ഖസ്റിൻ്റെ നിയ്യത്ത് വെച്ചിട്ടുണ്ടല്ലോ, അതിനെതിരാവുന്ന നിയ്യത്ത് പരിപൂർണമായ നിയ്യത്ത് 4 റക്അത്ത് നിസ്കരിക്കുന്നു എന്ന് കരുതിയാലും ആ ഖസ്റിൻ്റെ ആ നിയ്യത്ത് അവിടെ ബാത്തിലാവും, ഒഴിവായി പോകുന്നു. പ്രതീക്ഷയോടെ പിന്നെന്താണ്? പൂർത്തിയാവുമെന്ന് പ്രതീക്ഷയോടെ വന്ന് താമസം നീണ്ടുപോയാൽ 18 ദിവസം വരെ ജംഉം ഖസ്റും അനുവദനീയമാണ്. മനസ്സിലായില്ല? സ്വദേശത്ത് എത്തുകയോ ഒരു സ്ഥലത്ത് പൂർണ്ണമായി 4 ദിവസം തങ്ങുകയോ 4 ദിവസം താമസിക്കുമെന്ന് കരുതുകയോ ചെയ്താൽ യാത്ര അവസാനിച്ചതായി ഗണിക്കപ്പെടും. അതുപോലെ 4 ദിവസത്തിൽ താമസിച്ചാൽ ആവശ്യം പൂർത്തിയാവുമെന്ന് പ്രതീക്ഷയോടെ വന്ന് താമസം നീണ്ടുപോയാൽ 18 ദിവസം വരെ ജംഉം ഖസ്റും അനുവദനീയമാണ്. എന്ത് മനസ്സിലായി? ഇതിൽ മനസ്സിലാകാത്ത ആളുകൾ, എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, എന്തെങ്കിലും മനസ്സിലാവാത്തുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് കമൻറ്റിലൂടെ അറിയിച്ച് ഇൻഷാ അല്ലാഹ് എല്ലാ അറിവുകളും നേടിയെടുക്കണം ഇൻഷാ അല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും ആഫിയത്ത് നൽകട്ടെ, ആരോഗ്യം നൽകട്ടെ, എല്ലാ വിഷമങ്ങളും അല്ലാഹു തആല മാറ്റിത്തരുമാറാവട്ടെ. അതുപോലെ ഒരുപാട് മഹാരഥന്മാർ നമ്മളിൽ നിന്ന് മൺമറഞ്ഞു പോയി. മഹാനായ വലിയുല്ലാഹി ശൈഖുന KP അബൂബക്കർ ഹസ്റത്ത് ഖദ്ദസല്ലാഹു തആല ബസറഹുൽ അസീസ് അവർ കഴിഞ്ഞ മാസം നമ്മളിൽ നിന്ന് ഇവിടെ പറഞ്ഞു. അല്ലാഹു തആല അവിടുത്തെ ദറജ അല്ലാഹു തആല ഉയർത്തി മാറാവട്ടെ. ഒരുപാട് ആലിമീങ്ങളെ, ഒരുപാട് ഔലിയാക്കളോട് എടുത്തൊരു വലിയ സാത്വികനായ പണ്ഡിതനാണ് ശൈഖുന KP അസ്ഹറുൽ ഉസ്താദ് അവറുകൾ. അല്ലാഹു തആല അവിടുത്തെ ബറക്കത്ത് കൊണ്ട്, അവിടുത്തെ ദറജ ഏറ്റിക്കൊടുക്കട്ടെ. അവിടുത്തെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ എല്ലാവർക്കും നല്ല ഇൽമു അല്ലാഹു തആല പ്രദാനം ചെയ്യട്ടെ. അവിടുത്തെ ഒരുപാട് സജ്ജഗണങ്ങൾ, ഒരുപാട് മഹൽ വ്യക്തിത്വങ്ങളായ ഒരുപാട് ശിഷ്യന്മാരുണ്ട്. അവരൊക്കെ പല ആളുകളും മഹാനായ ശൈഖുന ആറ്റിങ്ങൾ ഉസ്താദടക്കം പലവരും 6 അടി മണ്ണിലാണ്. അല്ലാഹുവേ, ഖബർ സന്തോഷത്തിലാക്കണേ റഹ്മാനെ. എല്ലാവരുടെയും ദറജ നീ ഉയർത്തണേ റഹ്മാനെ. അർഹമർ റഹീമീനായ പടച്ച റബ്ബേ, റജബ് ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞു. അല്ലാഹുവേ, ഈ റജബിൽ ഞങ്ങൾ ചെയ്ത ഓരോ സൽക്കർമ്മങ്ങളും നീ സ്വീകരിക്കണേ റഹ്മാനെ. ഞങ്ങളെ ഈ ശഅബാനിലേക്ക് കാലെടുത്ത് വെച്ചിരിക്കുകയാണ് റഹ്മാനെ. അല്ലാഹുവേ, ഈ ശഅബാനിൽ ചെയ്ത ഓരോ
ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഓരോ അമലുകളും നീ എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കാൻ നീ തൗഫീഖ് നൽകണേ റഹ്മാനെ. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين. الحمد لله رب العالمين. صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم. السلام عليكم ورحمة الله.